നമസ്കാരം. തൃശ്ശൂർ MLA ആയിട്ടുള്ള ബാലചന്ദ്രൻ ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ടായിരുന്നു. പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് അങ്ങേയറ്റത് വെറുപ്പാണ് ഈ CPM തോന്നിയിട്ടുള്ളത്. ഞാൻ ഹിന്ദു മതത്തിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്. എന്നാൽ ഞാൻ ഹിന്ദു മതത്തിലെ മാക്സിമം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ മാക്സിമം അതിനകത്ത് എതിർക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും തുല്യത ഉള്ളതുകൊണ്ട് ഞാനും അങ്ങേയറ്റത് വിശ്വസിച്ചിരുന്നു. ശബരിമലയിലായാലും ഏത് അമ്പലത്തിലായാലും എല്ലാവർക്കും തുല്യമായി കയറാനുള്ള അവകാശം. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത പറഞ്ഞാൽ എന്തുകൊണ്ട് യേശുദാസിനെ ഇപ്പോഴും ഗുരുവായൂർ കയറ്റുന്നില്ല. എനിക്കത് പുള്ളിയുടെ സോങ്സാണ് ഏറ്റവും കൂടുതൽ ഗുരുവായൂർ പാടുന്നത്. അദ്ദേഹത്തിനെ കയറ്റാൻ പറ്റില്ല. അദ്ദേഹം ഹിന്ദു മതത്തിലായിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് കയറ്റുന്നത് എന്തുകൊണ്ട്? അത് കയറ്റാത്തത് കൊണ്ട് എനിക്ക് അങ്ങേറ്റത്ത് ഇതൊന്നുണ്ട്, പ്രതിഷേധമുണ്ട് അദ്ദേഹത്തിന് കയറ്റണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇവിടുത്തെ തൃശ്ശൂർ MLA ഉള്ള വ്യക്തി ഹിന്ദു മതത്തിലെ അധിക്ഷേപിക്കുന്നത് തുല്യമാണ്. കാരണം ഹിന്ദു ദൈവങ്ങൾ എത്രത്തോളമായാലും അത് എല്ലാവർക്കും ഹിന്ദുവിലെ മതത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങേറ്റത്തും പുണ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദൈവത്തോട് തുല്യം. നിങ്ങൾ ദൈവത്തെ കളിയാക്കാൻ പോകുന്നു. നിങ്ങൾ പറയുന്നു നിങ്ങൾ സോഷ്യലിസ്റ്റുകാരാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യത വേണം എന്ന് പറയുന്നവരാണ്. എന്തുകൊണ്ട് നിങ്ങളുടെ മതം ഏതാണ്? അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒന്നാണ്, നിങ്ങളുടെ മതം ഏതാണ്? എൻ്റെ അറിവിൽ നിങ്ങളെല്ലാവരും ഇപ്പോഴും ഹിന്ദു റിലീജിയനിൽ നിൽക്കുന്നവരാണ്. നിങ്ങൾക്ക് ഹിന്ദു റിലീജിയനിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എത്തിസ്റ്റാവണം. ആയിട്ടുണ്ടോ ആരെങ്കിലും ഇതുവരെ? നമ്മുടെ ദീപാ നിശാന്ത് ഒരു ഏതൊരു റിപ്പോർട്ടിൽ ഏതൊരു ന്യൂസ് ചാനലിൻ്റെ പോസ്റ്റിൽ കാണുന്നുണ്ടായി. അവർ പറയുന്നുണ്ടായി, ഞങ്ങൾ ഹിന്ദു മതത്തിനെതിരല്ല, ഞങ്ങൾ ഹിന്ദുക്കൾക്കെതിരല്ല, ഞങ്ങൾ BJPക്കെതിരെയാണ്. സമ്മതിച്ചു. നിങ്ങൾ പലപ്പോഴും ഇപ്പോൾ ചിത്ര അവരുടെ ഹിന്ദു മതത്തിനെ ദൈവത്തോട് അല്ലെങ്കിൽ രാമൻ്റെ പ്രതിഷേധനായതുകൊണ്ട്, രാമൻ ദൈവമായതുകൊണ്ട് അദ്ദേഹത്തെ പൂജിക്കണമെന്നും അദ്ദേഹത്തിന് വേണ്ടി വിളക്ക് തെളിയിക്കണം എന്ന് പറഞ്ഞു. അതിന് പുറത്ത് ചിത്ര എന്താണ് എല്ലാവരും പറഞ്ഞത്? ചിത്ര ചാണകത്തിൽ വീണു, ചിത്രയുടെ വായിൽ നിന്ന് ചാണകമാണ് വീഴുന്നത്. എനിക്കറിയാത്ത ഒരൊറ്റ ചോദ്യമാണ്, ഒരു വ്യക്തി ഹിന്ദു റിലീജിയനിൽ അല്ലെങ്കിൽ ദൈവങ്ങളെ കുമ്പിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ എന്തിനാ BJPയിൽ കൊണ്ട് കിട്ടണം? എന്താ ഹിന്ദുക്കളെല്ലാവരും BJPയിലാണോ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ളത് CPMലാണല്ലോ. അതെന്താ ഹിന്ദു പാർട്ടിയാണോ? ഏറ്റവും കൂടുതലുള്ളത് കോൺഗ്രസ്സിലുണ്ടല്ലോ. അവരുടെ മെജോറിറ്റിയും ഹിന്ദുക്കളാണ്. എന്താ അതും ഹിന്ദു പാർട്ടിയാണോ? കോൺഗ്രസ് ആയാലും CPM ആയാലും പാർട്ടിയാണ്. അതിൽ നിൽക്കുന്നവരൊക്കെ നിഷ്പക്ഷമായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിലെന്തെങ്കിലും ഒരാൾ വ്യക്തി ഹിന്ദു മതത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നേരെ കൊണ്ട് BJPയിൽ ചേർക്കുന്നു അല്ലെങ്കിൽ RSSൽ ചേർക്കുന്നു. ഇതെന്താ അത് ബാക്കിയുള്ളവർക്കൊന്നും അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ? എന്താ അവർക്കൊന്നും ഇവിടെ ഇന്ത്യൻ ഭരണഘടന അവർക്കൊന്നും ബാധകമല്ലേ? എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എല്ലാ അവകാശങ്ങളും ഉണ്ട്. ഒരാൾക്കൊരു വ്യക്തിത്വമായിട്ട് അയാൾക്ക് അയാളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഇന്ത്യൻ പൗരനായുള്ള വ്യക്തിക്ക് എപ്പോഴും കിട്ടുന്നൊരു അവകാശമാണിത്. എനിക്കിപ്പോഴും പുച്ഛം തോന്നും. എനിക്ക് ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ ഈ തൃശ്ശൂർ MLA ആയിട്ടുള്ള ബാലചന്ദ്രൻ്റെ വാക്കുകളോട് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും CPMനോട്ട് വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കളോട് അങ്ങേറ്റം വെറുപ്പാണ് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ പുച്ഛമാണ് തോന്നിയിട്ടുള്ളത്. എന്ത് തേങ്ങയ്ക്കാണ് നിങ്ങൾ ഇതാക്കുന്നത്? അവരുടെ മാക്സിമം വോട്ട് ഹിന്ദുക്കളിൽ നിന്ന് വരുന്നത്. ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് അവർക്ക് നടക്കാനാണെങ്കിൽ അവർക്ക് അധിക്ഷേപിച്ച് നടന്നോട്ടെ. അവർ ഹിന്ദു റിലീജിയൻ നിന്ന് മാറി ഇതായിക്കോട്ടെ. അവർക്ക് അവരുടെ വോട്ടും വേണ്ട. ആ രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റും? ഇല്ല. കാരണം മാക്സിമം വോട്ട് അവർക്ക് ഹിന്ദുക്കളിൽ നിന്നാണ് വരുന്നത്. അവർക്ക് ആ വോട്ട് വേണം താനും അങ്ങോട്ട് അധിക്ഷേപിച്ച് നടന്നോളണം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഹിന്ദു ദൈവങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ അവരെ വിശ്വസിക്കുന്നവരോ അവരെ ആചരിക്കുന്നവർക്ക് നിന്നും വോട്ട് വാങ്ങണ്ട. ഞങ്ങൾക്ക് അവരിൽ നിന്ന് വോട്ട് വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുമോ? മാറി നിൽക്കില്ല. ജന്മം ചെയ്ത് അവർ മാറിക്കില്ല. ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഹിന്ദുക്കളെ അധിക്ഷേപിക്കും. ഇടയ്ക്ക് വെച്ചിട്ട്
നമ്മുടെ ശബരിമലയിൽ കയറിയെന്നല്ലോ ബിന്ദു അമ്മണിയും കനകദുർഗയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പലരും ആക്രമിക്കുന്നത് കേട്ടിട്ട് എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. അവരെന്തിനാണ് ഇങ്ങനെ അവരെ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ ഉപദ്രവിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് അവർക്ക് ശബരിമലയിൽ പോകണമെന്ന് തോന്നി, അവർക്ക് പോകാനുള്ള അവകാശമുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇതാണ്. പക്ഷേ കോടതി വിധി വന്നിട്ടുണ്ട്, സുപ്രീം കോടതിൻ്റെ വിധി വന്നിരുന്നു. ആ സമയത്ത് അവർക്ക് മല കയറാം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കയറാം എന്നൊരു ലോ അവിടെ ഇറക്കി. എല്ലാവരും തുല്യരാണ് എന്ന അടിസ്ഥാനമായിട്ടുള്ള കാര്യം വെച്ചുകൊണ്ട്. എന്നാൽ അതിനുശേഷം വീണ്ടും അപ്പോൾ ഞാൻ അംഗീകരിച്ചു, അത് അവർ കയറിക്കോട്ടെ, അതൊരു നല്ല രീതിയിൽ തന്നെയാണ്. അതിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ മാക്സിമം അവർ ആ എതിർപ്പ് മാറ്റി നിർത്തുക. അല്ലെങ്കിൽ ഏത് സ്ത്രീകൾക്കായാലും കയറാൻ ആഗ്രഹമുള്ളവർക്ക് കയറിക്കോട്ടെ. ഇനി ആഗ്രഹമില്ലാത്തവരാണെങ്കിൽ കയറണ്ട, അത്രയല്ലേ ഉള്ളൂ. അതാണൊരു അഭിപ്രായ സ്വാതന്ത്ര്യം, ഒരു ഇൻഡിവിജ്വൽ, എൻ്റെ ഒരു തോന്നൽ, എൻ്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം, അതാണ് അതിൻ്റെ അർത്ഥം. അതായത് എനിക്ക് കയറണം തോന്നിക്കഴിഞ്ഞാൽ കയറണം, എനിക്ക് കയറണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കയറില്ല, അത്രയേ ഉള്ളൂ. അതിനുള്ള പെർമിഷൻ തന്നാൽ മാത്രം മതി. എന്നാൽ അതിൻ്റെ പുറമെ അവിടെ സ്ത്രീകളെ കയറ്റാം, അതുകൊണ്ട് അവിടെ സ്ത്രീകളെ കയറ്റിയടങ്ങൂ എന്ന് വാശി പിടിച്ചു നിന്ന് ഇപ്പോൾ എനിക്ക് നന്നായിട്ട് സംശയം തോന്നുന്നുണ്ട്. എന്തിനാണ് ഇത്ര വാശി ഉണ്ടായിരുന്നത്? ഇപ്പോൾ എനിക്ക് ചിന്തിക്കുമ്പോൾ അത് തോന്നുന്നുണ്ട്. മുമ്പ് ഞാൻ ഇതുവരെ അത് ചിന്തിച്ചിരുന്നില്ല. നിങ്ങളുടെ ഈ ഓരോ വാക്കുകൾ പലർക്കും ദേഷ്യം പിടിക്കുന്നുണ്ട്. CPM അങ്ങേയറ്റം ഹിന്ദു വിരുദ്ധമായ പാർട്ടിയായി. നിങ്ങൾക്ക് ഹിന്ദു മതത്തെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ അവരുടെ വോട്ട് വാങ്ങരുത്. നിങ്ങൾക്ക് ഹിന്ദു മതത്തോട് പുച്ഛമാണെങ്കിൽ നിങ്ങൾ അവരുടെ വോട്ട് വാങ്ങരുത്. നട്ടലുള്ള ഒരു ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ അത് പറയും, എനിക്കത് വേണ്ടെന്ന് പറയും. പറയില്ല, അവർ ജന്മം ചെയ്താൽ പറയില്ല. കാരണം എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം